വെൽക്കം ടു റസിയാസ് കിച്ചൺ. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഉപ്മാവാണ്. കുറച്ചൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു ഉപ്മാവാണ്. റവൻ്റെ കൂടെ ഞാൻ കുറച്ച് കോൺ റവയും കൂടി ചേർക്കുന്നുണ്ട്. നമുക്ക് ഉപ്മാവിന് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 2 മീഡിയം സൈസ് സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ 5 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, 1.5 ഇഞ്ച് നീളത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചി പൊടിയാക്കി അരിഞ്ഞിട്ടുണ്ട്. പിന്നെ കുറച്ച് കടുകും പൊട്ടുകടലയും 2 ഉണക്കമുളകും. പിന്നെ റവ 1 ഗ്ലാസ് എടുത്തിട്ടുള്ളത്, അത് 225 ഗ്രാം ഉണ്ട്. പിന്നെ ഇത് കോൺ റവയാണ്, ഇത് 1/4 ഗ്ലാസ്സാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഞാൻ ഉപ്മാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 ഉണക്കമുളകും പിന്നെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള 1 ടേബിൾ സ്പൂൺ പൊട്ടുകടലയും കൂടി ഇട്ട് കൊടുക്കുക. ഈ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ആ പൊട്ടുകടലൊക്കെ ഒന്ന് റോസ്റ്റായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കതിലേക്ക് ഇഞ്ചി പൊടിയാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഈ ഇഞ്ചിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഉപ്മാവ് എല്ലാവരും ഉണ്ടാക്കുന്നത് തന്നെയാണ്, എന്നാൽ അത് കുറച്ചൊരു വ്യത്യസ്തമായിട്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇത് ഇങ്ങനെ ഉണ്ടാക്കിയപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി. അപ്പോൾ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. നമുക്ക് പച്ചമുളകും അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ആദ്യം കോൺ റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. കോൺ റവ ഒന്ന് റോസ്റ്റ് ആയതിന് ശേഷമാണ് മറ്റേ റവ ചേർത്ത് കൊടുക്കുന്നത്. ഇത് 2 മിനിറ്റ് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നമുക്കിതിലേക്ക് റവയും കൂടി ചേർത്ത് കൊടുക്കാം. ഈ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് കുറച്ചൊരു 5 മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഈ സമയത്ത് ഞാൻ 2 ഗ്ലാസ് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. റവ എടുത്ത അതേ ഗ്ലാസ്സിന് തന്നെയാണ് ഞാൻ 2 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുള്ളത് കേട്ടോ. റോസ്റ്റൊക്കെ നല്ല പാകത്തിനായിട്ടുണ്ട്. ഇത് നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാൻ വെള്ളം ഒന്നിച്ച് ഒഴിക്കുന്നില്ല കേട്ടോ, 2 പ്രാവശ്യമായിട്ടാണ് ഒഴിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് പകുതി വെള്ളം ഒഴിച്ച് കുറച്ച് നേരം ഒന്നും കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം ബാക്കി വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ബാക്കി വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. ഈ ഉപ്മാവ് നമ്മൾ സാധാരണ ഉപ്മാവിൻ്റെ അത്ര വെള്ളം ഉണ്ടാവില്ല കേട്ടോ. നമ്മൾ വെള്ളം ഇങ്ങനെ വറ്റിച്ച് എടുക്കുകയാണ്.
ഈ ഉപ്മാവ് കുറച്ചിങ്ങനെ ഒരു പൊടി പോലെയാണ് ഉണ്ടാവുന്ന, നല്ല സോഫ്റ്റും ഉണ്ടാവും കേട്ടോ. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. കുറച്ചധികം സമയം നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇങ്ങനെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇതിലേക്ക് കുറച്ച് ഉപ്പ് കുറവുണ്ട്, ആ ഉപ്പും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം ഞാൻ ഇവിടെ 1 ടീസ്പൂൺ പശു നെയ്യ് എടുത്ത് വെച്ചിട്ടുണ്ട്, അതും കൂടി ചേർത്ത് കൊടുക്കാം. ആ പശു നെയ്യ് ഒഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് നമ്മൾ ഉപ്മാവിന്. നമ്മുടെ ഉപ്മാവൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. കുറച്ചിങ്ങനെ ഒരു പൊടി പോലെ തന്നെ ഉണ്ടാവുക, എന്നാൽ കഴിക്കാൻ നല്ല സോഫ്റ്റും ഉണ്ടാവും. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. റസിയാസ് കിച്ചൻ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.